കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ മുൻ കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരൻ. കെ.പി.സി.സി നേതൃത്വം പരാജയമാണെന്നാണ് കെ.പി.സി.സി വിശാല എക്സിക്യൂട്ടീവിൽ വി.എം. സുധീരന്റെ വിമർശനം. 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് 5 ഗ്രൂപ്പായെന്നും കേരളത്തിന്റെ ചുമതലയുള്ള എ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പങ്കെടുത്ത യോഗത്തിൽ വി.എം. സുധീരൻ വിമർശനം ഉന്നയിച്ചു. വി.എം. സുധീരനെതിരെ കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനും രംഗത്തെത്തി. വീട്ടിൽ നേരിൽ കാണാൻ പോയപ്പോൾ പാർട്ടി വിടുമെന്ന് പറഞ്ഞയാളാണ് ഇപ്പോൾ ഓടിക്കയറി വന്നതെന്നും കെ. സുധാകരൻ തുറന്നടിച്ചു. സംസ്ഥാന കോൺഗ്രസിലെ ഭിന്നത പുതുതായി കേരളത്തിന്റെ ചുമതലയേറ്റ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് മുന്നിലും നേതാക്കൾ പരാതി പ്രവാഹമായി അവതരിപ്പിച്ചു. വി.എം. സുധീരനാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഇന്ന് ചേർന്ന വിശാല എക്സിക്യൂട്ടീവ് യോഗത്തിൽ രൂക്ഷ വിമർശനം നടത്തിയത്. 2016 തെരഞ്ഞെടുപ്പ് പരാജയം വിവരിച്ച് വി.എം. സുധീരൻ സോണിയാഗാന്ധിക്ക് എഴുതിയ കത്ത് യോഗത്തിൽ വായിച്ച ശേഷമായിരുന്നു വിമർശനം. പാർട്ടിയിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ല, നേതാക്കൾ പ്രവർത്തിക്കുന്നത് അവരവർക്ക് വേണ്ടി മാത്രമായി, 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 5 ഗ്രൂപ്പായി മാറിയെന്നും സുധീരൻ പരിഹസിച്ചു. സുധീരൻ ചില അഭിപ്രായങ്ങൾ പങ്കുവച്ചുവെന്നും അതിനുശേഷം അതിന്റെ മറുപടി കേൾക്കാൻ നിൽക്കാതെ യോഗത്തിൽ നിന്നും പോയി എന്നുമാണ് മാധ്യമങ്ങളോട് ദീപാദാസ് മുൻഷി പ്രതികരിച്ചത്. After he left the meeting, he gave his speech and then he left. After the meeting was another 2 hours, it was continued. He was not there. കെ. സുധാകരനും വി.എം. സുധീരനെതിരെ രംഗത്തെത്തി. നേരിൽ കണ്ടപ്പോൾ പാർട്ടി വിട്ടു എന്ന് പറഞ്ഞ ആളാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം കയറി വന്നതെന്നായിരുന്നു കെ. സുധാകരന്റെ പ്രതികരണം. പറയുന്നില്ല, ഞാൻ പ്രതികരിക്കത്തില്ലായിരുന്നു. പ്രതികരിക്കാൻ മാത്രം ഞാൻ ഇതിന് വില കൽപ്പിക്കുന്നില്ല. ഇല്ല, ഞാൻ ഇല്ലെന്നാ പറഞ്ഞു. സഹകരിക്കാനില്ല എന്നാ പറഞ്ഞു. എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, സഹകരിക്കാനില്ല. യോഗം തുടങ്ങുന്നതിന് മുൻപ് എ ഗ്രൂപ്പ് നേതാക്കളായ ബെന്നി ബെഹനാൻ, കെ.സി. ജോസഫ് എന്നിവർ ദീപാദാസ് മുൻഷിയെ മാസ്കറ്റ് ഹോട്ടലിലെത്തി കണ്ടിരുന്നു. എ ഗ്രൂപ്പിനെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നതായിരുന്നു പരാതി. വി.ഡി. സതീശനും ദീപാദാസ് മുൻഷിയെ പ്രത്യേകമായി കണ്ട് ചർച്ച നടത്തി. പാർട്ടിക്കുള്ളിലെ ഭിന്നതയും തർക്കങ്ങളും പുതുതായി ചുമതലയേറ്റ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറിക്കും തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജനം, തിരുവനന്തപുരം.